2, 1 go. Hello guys. Hello guys. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. അധികം സംഭവമൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ തട്ടിക്കുട്ടി വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാണ് നാളെ. ഇനി 2 weeks കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്തെങ്കിലും പറ സപ്പ. അവൾക്കൊരു ഇൻട്രസ്റ്റ് കാര്യാക്കണ്ട. അപ്പൊ വേഗം പിടിച്ചിരുന്ന് നിർത്തിയതാണ്. എനിക്ക് ഇത്രയും സൗന്ദര്യം ഞാൻ പൊട്ടിയിട്ടിട്ടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പൊ സഫ പുട്ടിയിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, ചെറിയ കുറച്ച് പരിപാടി, ഷോപ്പിംഗ് ചെയ്യാം, തിരിച്ചു കയറുക, മറ്റൊരു പോലെ എടുക്കും. പിന്നെ ഇന്ന് ഡിന്നർ കഴിക്കാണ്ട് മെസ്സ് കട്ടാക്കി. അപ്പൊ അത് സെറ്റ് ഗൈസ്. ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ചാച്ചാ, അപ്പൊ നമ്മൾ പോയിട്ട് വരാം. ഒന്നല്ല ഗൈസ്, ഉണ്ണിയും ബീബിയും പൈസ വാങ്ങാണ്. പൈസക്കാര്. സഫ സ്മൈൽ, കൂട്ട്നെസ് വാരി വിതറും. താറാവില്ലേ, താറാവ് ഇങ്ങനെ കപ്പനെ അടിച്ചമർത്തിയാൽ എന്തുണ്ടാവും, അതാണ് കാണുന്നത്. കാണാൻ വരുന്നില്ല ഗൈസ്. എപ്പോ വരും? ഇതൊരു ചോദ്യചിഹ്നമായി എല്ലേലും അങ്ങനെയാണ് ഗൈസ്. നമ്മൾ എന്ന് ബസ്സിന് കാത്തിക്കുന്നു അന്നൊന്നും ബസ് ഉണ്ടാവില്ല. നമ്മൾ 37 ഏത് നേരം തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഗൈസ്, നമ്മളെ ബസ് വരുന്നുണ്ട്. മഞ്ചനാടി. വെളിച്ചം പോയി ഗൈസ്. ഗൈസ്, സഫിയും ബീബിയും ബാക്കിലുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ് ഒരുമിച്ച് സീറ്റ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ബസ് യാത്ര അടിപൊളിയാ. അതെ, പൈസ കുറവാണ്. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? മാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ബസ് കയറുക. സമയത്ത് എന്തായിരുന്നൊന്നും അറിയില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോണത്. ഞാനും ജെനിയും ഒരുമിച്ച് ഒരു സീറ്റിലായിരിക്കണം. ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ മാത്രം ബാക്കിൽ, ഞങ്ങൾ രണ്ടുപേരും മാത്രം ബാക്കിൽ പോയിട്ടിരുന്നു. ഞങ്ങള് ഫസ്റ്റ് ഷോ ആണ് വെച്ചാൽ മാംഗ്ലൂരൊക്കെ ഇല്ലേ, ഞങ്ങൾ നല്ല ഫ്രീക്കാണ് കാണിക്കാൻ വേണ്ടി 2 ആൾക്കാർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തൊരു ബസ് യാത്ര എൻജോയ് ചെയ്ത് വരിക. സ്റ്റോപ്പ് എത്തി. ഞങ്ങൾ ബാക്കി 10 എത്ര ആളുകളും ബാക്കി 8 ആള് ഇറങ്ങി സ്റ്റോപ്പില്. ഓൾറെഡി സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേർക്ക് അവർ ഇറങ്ങിയെന്ന് മനസ്സിലായിട്ടേ ഇല്ല. സ്റ്റിൽ ഞങ്ങൾ അപ്പോഴും ബസ്സിലായിരിക്കണം. ഞങ്ങൾ എന്നിട്ട് ഞാൻ നോക്കുമ്പോ എണ്ണ എടുത്തപ്പോ ആളെ മിസ്സിങ്ങാ. ഫോൺ വിളിച്ചു നോക്കിയപ്പോ അവര് അപ്പുറത്തെ സ്റ്റോപ്പും കഴിഞ്ഞ് മെയിൻ സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല. ആ സ്റ്റോപ്പിൽ ബസ് ആടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു തിരിച്ചു വായോ എവിടെ. അപ്പൊ ഞാൻ വിളിക്കുമ്പോഴാണ് ഇവർ അറിയുന്നത് അയ്യോ ഓൾറെഡി ഇറങ്ങിയെന്നുള്ളത് ഉണ്ണി ജെനീനെ വിളിക്കുമ്പോഴാണ് അറിയുന്നത്. അതുവരെ ഞങ്ങൾ ഇവരിറങ്ങിയ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ സ്റ്റിൽ ആ ബസ്സിലിരിക്കുക. ഓട്ടോ പിടിച്ച് അറിയാത്ത സ്ഥലം. ചെറിയൊരു അബദ്ധാർക്കും പറ്റൂലേ. നല്ല രസമായിരുന്നു. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എത്തി ഗൈസ്. ഇപ്പൊ നമ്മള് സിസി പോവാം. ബായ് അല്ല ബായ്. ഗൈസ്, സിസി പോണത് വലിയ കഷ്ടാണ്. ഒരു മല കയറാണ്ട് അത് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, പ്ലസ് വിശക്കും ചെയ്യും. നമുക്ക് നോക്കാം. ഉണ്ണി സഫയും മുന്നിൽ കത്തി അടിച്ച് നടക്കുന്നുണ്ട്. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்கவே இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை.
മിറർ. പിന്നെ ഉണ്ണി സഫി ഇവിടെ എന്താണ് കുറുക്കുറെ ചാട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ സഫ എന്താ ഓർഡർ ആക്കി? എന്താക്കി? കുർക്കുറെ സെറ്റ്. എന്ത് തിരക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഇവിടെ വന്നു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ട് സൂപ്പർ ഗൈസ്. ഇതൊക്കെ കണ്ടിട്ട് ബീബിന്റെ കിളി പോയിട്ടുള്ളത്. ഗൈസ് നമ്മൾ ഇതൊക്കെ വാങ്ങും. എപ്പോ അറിയോ? ജോലി കിട്ടിയിട്ട് ഞങ്ങളെ എക്കാലത്തെയും വന്നപ്പോ തൊട്ടുള്ള ഡയലോഗാണിത്. ജോലി കിട്ടിയിട്ടും 370 ഉറുപ്പിക്ക് ഈ സാധനം വാങ്ങണം എനിക്ക് തോന്നി. ഞങ്ങള് വാങ്ങും. ജോലി കിട്ടിയിട്ട് ഗൈസ് ജോലി. Special offer, fruit juice 1.2 liters, buy 2 at 99. ಇವತ್ತಿನ ಸ್ಪೆಷಲ್ ಆಫರ್ ಫ್ರೂಟ್ ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ വാങ്ങിച്ച സാധനം. ഇനി ഇത് പോയിട്ട് ബില്ലാക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി. യെസ് ലാൻഡ് ചെയ്ത് സേഫ് ലാൻഡിങ് ആയിരുന്നു ഗൈസ്. ഉണ്ണി സഫയോ അപ്പോൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പോയതാണ്. നമുക്ക് കടയിലേക്കൊന്ന് പോയത്. ഹലോ ചേച്ചി. ആ നൈസ്. ഫുള്ള് പിങ്ക് വാങ്ങിക്കണൊക്കെ ചെരുപ്പ് നോക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉണ്ണി നോക്കണ്ട്. ഗൈസ് കണ്ണാടി കണ്ട നമ്മൾ വീടില്ല. നല്ല കണ്ണാടി. ഇപ്പൊ നമ്മളുള്ളത് കോസ്മെറ്റിക്സിന്റെ ഏരിയയിലാണ്. ഏതെടുക്കണം എന്തെടുക്കണം എന്ന് അറിയുന്നില്ല ഗൈസ്. എല്ലാം വാരിക്കൂട്ടി പോയാലോ പൈസയില്ല. ജോലി ഇട്ടിട്ട് ജോലി. ഒരാളെ കണ്ടിട്ടിട്ടുണ്ട്. എടുത്ത ചെരുപ്പ് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? എടുക്കണില്ലേ? എടുത്തോ? ഭയങ്കര നല്ല മനസ്സുള്ള കുട്ടിയാണ്. കാരണം ഒരു ചെരുപ്പ് ഓൾറെഡി എടുത്തുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ ലിക്വിഡ് നോക്കണം. ഗൈസ് അങ്ങനെ നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി എന്താ? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമഡും കിട്ടും ബോയിൽഡും കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റീമഡും കിട്ടും പിന്നെ ഫ്രൈഡും കിട്ടും. പിന്നെ ഒരു പ്ലേറ്റിൽ 10 പീസാണ്. പ്രൈസ് വന്നിട്ട് 80 റുപ്പീസ്. അഫോർഡബിൾ ആണ്, നല്ലതാണ്. എങ്ങനെയുണ്ട് ബേബി? സൂപ്പർ. അപ്പോൾ ഗൈസ്
കറണ്ട് ഇല്ല ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീട്ടിലെത്തി, കറണ്ട് ഇല്ല, ഇനി കൊതുക് കടിയും പിന്നെ ചൂടെടുക്കലും നോക്കാം. അപ്പൊ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. നല്ലൊരു ഡേ ആയിരുന്നു. ഇനി പിന്നെ എപ്പോഴെങ്കിലും കാണാം. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. பிழியில் விழும் தூசி தன்னை நாவல் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ எங்கே இல்லை. நான் எங்கே நீயும் அங்கே, இந்த தனிமையில் நிமிஷங்கள் வருஷமானதேனோ. வானெங்கே நீளம் அங்கே, இந்த உவமைக்கு இருவரும் விளக்கமான